ജ്യോതിഷത്തിന്റെ തന്നെ ഒരു ശാഖയായ സാമുദ്രിക ശാസ്ത്രം എന്നത് മുഖവായന, പ്രഭാവലയം, ശരീരത്തിന്റെ മുഴുവൻ വിശകലനം എന്നിവ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഇതിലൂടെ ഒരു വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകളും ഭാവിയിലെ കാര്യങ്ങളും സംബന്ധിച്ച് സൂചനകളും ലഭ്യമാകുന്നു. സാമുദ്രിക ശാസ്ത്രത്തിൽ മുഖലക്ഷണ പ്രകാരം സമ്പൽ സമൃദ്ധിയുടെ ലക്ഷണങ്ങൾ അഥവാ അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന് പറയാറുണ്ട്. ജ്യോതിഷപരമായിട്ട് ചിന്തിക്കുന്ന സമയത്ത് ഇതൊരാളുടെ മനസ്സിന്റെ മാത്രമല്ല, ഭാവിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും പറയുമെന്നാണ് സാമുദ്രിക ശാസ്ത്രത്തിൽ പറയുന്നത്. ജ്യോതിഷത്തിന്റെ തന്നെ ഒരു ശാഖയായ സാമുദ്രിക ശാസ്ത്രം എന്നത് മുഖവായന, പ്രഭാവലയം, ശരീരത്തിന്റെ മുഴുവൻ വിശകലനം എന്നിവ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഇതിലൂടെ ഒരു വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകളും ഭാവിയിലെ കാര്യങ്ങളും സംബന്ധിച്ച് സൂചനകളും ലഭ്യമാകുന്നു എന്നുള്ളതാണ്. ഇത് പ്രകാരം ഒരാളുടെ മുഖലക്ഷണത്തിലൂടെ അവരുടെ പല സവിശേഷതകളും മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മുഖലക്ഷണത്തിലൂടെ സ്വഭാവ സവിശേഷതകൾ മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ ഭവിക്കുന്ന ഭാഗ്യനിർഭാഗ്യങ്ങൾ, സമ്പൽ സമൃദ്ധി, ഐശ്വര്യം, വിവാഹം, കുടുംബജീവിതം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വരെ നമുക്ക് മനസ്സിലാക്കാം. സാമുദ്രിക ശാസ്ത്രത്തിൽ മുഖലക്ഷണ പ്രകാരം സമ്പൽ സമൃദ്ധിയുടെ ലക്ഷണങ്ങൾ അഥവാ അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ആദ്യം തന്നെ ചുണ്ടുകളുടെ കാര്യം നോക്കാം. പവിഴ ചുണ്ടുകൾ. ചുണ്ടുകളുടെ മുകൾ ഭാഗം പവിഴ രൂപം പോലെയാണെങ്കിൽ അവർക്ക് ഐശ്വര്യവും സമൃദ്ധിയും എപ്പോഴും അനുഭവിക്കുന്നവരാകും. സാമ്പത്തികമായി നല്ല ജീവിതവും അംഗീകാരവും സ്ഥാനമാനങ്ങളും അനുഭവിക്കാൻ യോഗമുള്ളവരാണ് ഇക്കൂട്ടർ. സമ്പത്തും സൗഭാഗ്യവും ജീവിതത്തിൽ വിജയവും നേടുന്ന ഇവർ സുന്ദര രൂപങ്ങൾക്ക് ഉടമകളുമാകും. ഇവർക്ക് ഒരിക്കലും ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് ഉയർന്നതും വിശാലവുമായ നെറ്റിത്തടമുള്ളവരുടെ കാര്യം നോക്കാം. മുഖലക്ഷണത്തിൽ ഒരു വ്യക്തിയുടെ മുഖം നിരീക്ഷിക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുന്നത് നെറ്റിത്തടമാണ്. സമ്പൽ സമൃദ്ധികൾ അനുഭവിക്കാൻ യോഗമുണ്ടോ എന്ന് ഒരാളുടെ നെറ്റിത്തടം നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാം എന്നുള്ളതാണ്. ഉയർന്നതും വിശാലവുമായ നെറ്റിത്തടമുള്ള വ്യക്തികളെ തേടി സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും എത്തുമെന്നാണ് സാമുദ്രിക ശാസ്ത്രത്തിൽ പറയുന്നത്. ഇനി അടുത്തതായിട്ട് ചെവിയുടെ കാര്യം നോക്കാം. മാംസളമായ ചെവി. വലുതായാലും ചെറുതായാലും മാംസളമായ ചെവികളാണെങ്കിൽ ഊർജ്ജസ്വലരും തൊഴിലിൽ ആത്മാർത്ഥതയുള്ളവരും അതിന് തക്ക പ്രതിഫലം അനുഭവിക്കാൻ യോഗമുള്ളവരുമാണ് എന്ന് പറയാം. തൊഴിൽപരമായി നന്നായി സമ്പാദിക്കാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ്. ചെവികൾ മാംസളവും നീളമുള്ളതും മുഖത്തിനോട് കൂടുതൽ ചേർന്ന് വരികയുമാണെങ്കിൽ ഇവർക്ക് പലതരത്തിൽ സമ്പത്ത് വന്നു ഭവിക്കും എന്നതാണ്. ഇവർക്ക് വരുന്ന ധനയോഗം ആരെയും അത്ഭുതപ്പെടുത്തും. ഇനി അടുത്തതായിട്ട് മൂക്കിന്റെ കാര്യത്തെക്കുറിച്ച് നോക്കാം. തടിച്ചതും മാംസളവുമായ മൂക്ക്. തടിച്ചതും മാംസളവുമായ മൂക്ക് സമ്പത്ത് വന്നു ഭവിക്കുന്നതിന്റെ അടയാളമാണ്. സമ്പത്ത് വന്നു ഭവിക്കുക മാത്രമല്ല, അത് നല്ല രീതിയിൽ അനുഭവിക്കാനുള്ള യോഗവും ഇവർക്കുണ്ട്. കൃത്യമായ ആകൃതിയിൽ മൂക്കാണെങ്കിലും ധനയോഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതേസമയം ഇരുനാസ്വാധാരങ്ങളും വ്യത്യസ്തങ്ങളാണെങ്കിൽ അത് നിർഭാഗ്യകരമായ ജീവിതത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. ഇനി അടുത്തത് താടിയെ കുറിച്ച് നോക്കാം. ഉരുണ്ടതും മാംസളവുമായ താടി. മുഖത്തില് കീഴ്ചുണ്ടിന് താഴെയുള്ള ഭാഗമായ താടി ഉരുണ്ടതും മാംസളവുമായി കണ്ടാല് അതിനർത്ഥം അവർ സമ്പത്ത് സൗഭാഗ്യങ്ങളാൽ അനുഗ്രഹപ്പെട്ടവരാണ് എന്നാണ്. ഇവർക്ക് സമ്പത്ത് അനുഭവിക്കാനും അത് സമ്പാദിച്ച് ഭാവിയിലേക്ക് ഉപയോഗപ്പെടുത്താനും യോഗമുണ്ട്. എപ്പോഴും ഭാഗ്യത്താൽ അനുഗ്രഹപ്പെട്ടിരിക്കുന്ന ഇവർക്ക് ജീവിതാവസാനം വരെയും ധനയോഗവുമുണ്ട്. ഇനി അതുപോലെ തന്നെ മുഖം മുഴുവനായിട്ട് നിരീക്ഷിക്കുന്ന സമയത്ത് കൃത്യമായ മനോഹര ആകൃതിയിലുള്ള മുഖമാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ധനയോഗമുള്ളവരാണ് എന്ന് പറയാം. കൃത്യമായ ആകൃതി എന്നാൽ മുഖത്തിന്റെ ഇരുഭാഗങ്ങളും മൂക്കും ചെവിയും കണ്ണും പുരികവും ഒക്കെ ഒരേ ആകൃതിയിലും ആകർഷക രൂപവുമാണ് ഉദ്ദേശിക്കുന്നത്.
ഇവർക്ക് ഭാഗ്യവും അതിലൂടെ സമ്പത്തും പ്രധാനമാകും എന്നുള്ളതാണ്. ഇനി കണ്ണുകളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാല് വൃത്താകൃതിയില് വലിയ കണ്ണുകളുള്ള സ്ത്രീകള് ചുറ്റുമുള്ളവർക്ക് എപ്പോഴും സന്തോഷം നൽകുന്ന തരത്തിലുള്ള പെരുമാറ്റമുള്ളവരായിരിക്കും. കണ്ണിലെ വെളുത്ത ഭാഗത്തിന്റെ അറ്റത്ത് ചുവപ്പ് നിറമുണ്ട് എങ്കിൽ അത് ഭാഗ്യത്തിന്റെ ലക്ഷണമാണ്. കൃഷ്ണമണികൾ കറുപ്പ് നിറത്തിലുള്ളവർ സ്വന്തം കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നവരായിരിക്കും. തവിട്ട് നിറത്തിലുള്ള കൃഷ്ണമണികളുള്ള സ്ത്രീകള് സഹാനുഭൂതിയോടെ പെരുമാറുന്നവരും മറ്റുള്ളവരെ വളരെ വേഗത്തിൽ വിശ്വസിക്കുന്നവരുമായിരിക്കും. ചാരനിറത്തിലുള്ള കൃഷ്ണമണികൾ സ്വാർത്ഥതയുടെ സൂചനയാണ്. ഇനി അടുത്തതായിട്ട് പല്ലുകളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാല് വിടവുകളില്ലാത്ത പല്ലുകള് ഐശ്വര്യത്തിന്റെ ലക്ഷണമാണ്. തിങ്ങിയിരിക്കുന്ന പല്ലുകള് വിജയത്തിന് തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ തിങ്ങിയിരിക്കുന്ന പല്ലുകൾ ഉള്ളവർക്ക് പലപ്പോഴും പരാജയം ഏറ്റുവാങ്ങേണ്ടതായിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ വൃത്താകൃതിയിൽ മുഖമുള്ള സ്ത്രീ അറിവുള്ളവളും നിർഭയയും ആകുമെന്നാണ് ലക്ഷണശാസ്ത്രം പറഞ്ഞു വയ്ക്കുന്നത്. സുഖസൗകര്യങ്ങളിൽ അതീവ താല്പര്യമുള്ളവളും എന്നാൽ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നവളുമാകും ഇക്കൂട്ടർ എന്ന് ലക്ഷണശാസ്ത്രം വിവരിക്കുന്നുണ്ട്. അണ്ഡാകൃതിയിൽ മുഖമുള്ള സ്ത്രീ ഉന്നത കുലജാതയും സമ്പന്നയുമായിരിക്കും. ഇക്കൂട്ടർക്ക് അധികാരമുള്ള ഭർത്താവിനെ ലഭിക്കും. കറുത്തതും അഴിച്ചിട്ടാൽ നിതംബം മറയുന്ന വിധം നീളമുള്ള കെട്ടിവെച്ചാൽ ശിരസിന്റെ 3 ഭാഗങ്ങളിലും നിറഞ്ഞിരിക്കുന്നതുമായ മുടിയുള്ള സ്ത്രീകൾ ലക്ഷണയുക്തമാണെന്നും ഇത്തരം ലക്ഷണങ്ങളോട് കൂടിയ മുടിയുള്ള സ്ത്രീക്ക് ഉന്നതാധികാരം കിട്ടുമെന്നും ലക്ഷണശാസ്ത്രം പറയുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ വരണ്ടുണങ്ങിയ ചുണ്ടുകൾ ഭാഗ്യസൂചകങ്ങളല്ല. വായ്ക്ക് സമീപത്ത് കറുത്തതല്ലാത്ത മറുകുകൾ ഉള്ളതും ഭാഗ്യം തരും. വായ്ക്ക് സമീപത്ത് ചുവന്ന ചെറിയ മറുകുകൾ ഉള്ളവർക്ക് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നുള്ളതാണ്. ഉറച്ച താടിയെല്ലുകൾ മുഖത്തിന് പ്രൗഢിയും ഭാഗ്യവും നൽകും. ഇരട്ടത്താടിയുള്ളത് ധനം കൊണ്ടുവരും. തിളക്കമുള്ള കണ്ണുകൾ ഭാഗ്യമുള്ളവരാണ്. തുടുത്ത കവിൾത്തടങ്ങൾ ഭാഗ്യലക്ഷണമായി കാണുന്നു. കവിളെല്ലുകൾ മുഴച്ചു നിൽക്കുന്നത് ദൗർഭാഗ്യമാണെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ വിടർന്ന ചെവിയുള്ളവരെ ബുദ്ധിമാന്മാരാണെന്നും ലക്ഷണശാസ്ത്രം പറയുന്നു. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങളൊക്കെ നോക്കി നിങ്ങളുടെ ഭാഗ്യനിർഭാഗ്യങ്ങൾ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെയോ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റുള്ളവരുടെയോ മക്കളുടെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെയോ ഒക്കെ മുഖത്തിന്റെ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നോക്കിയിട്ട് അവരുടെ ഭാവി എങ്ങനെയായിരിക്കും, സാമ്പത്തിക സ്ഥിതി എങ്ങനെയായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് എത്രമാത്രം ശരിയാകുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്നത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കുക. അപ്പൊ മറ്റുള്ളവർക്ക് കൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇത് എത്രത്തോളം വാസ്തവമാണ്, ഈ ശാസ്ത്രം എത്രത്തോളം സത്യമുള്ളതാണ് എന്നുള്ളത്. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.